കേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചിരപുരാതനവുമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കീഴ്ഞ്ഞാനം നരസിംഹമൂർത്തി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപമായാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാവിന്റെ മാനസപുത്രരായ സനൽകുമാരാദികളാൽ ശാപം ലഭിച്ച ജയവിജയന്മാർ ഒന്നിലധികം തവണ മർത്യരായി ജന്മമെടുക്കുകയും തുടർന്ന് മഹാവിഷ്ണുവിന്റെ പല അവതാരങ്ങളാൽ വധിക്കപ്പെടുകയും ചെയ്തു. വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായിരുന്നു അത്രേ ജയവിജയന്മാർ. സത്യയുഗത്തിൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ പേരുകളിലും, ത്രേതായുഗത്തിൽ കുംഭകർണൻ, രാവണൻ എന്നീ പേരുകളിലും, ദ്വാപരയുഗത്തിൽ ശിശുപാലൻ, ദന്തവക്രൻ എന്നീ പേരുകളിലുമായി ജയവിജയന്മാർ ജന്മമെടുത്തു. ആദ്യ ജന്മത്തിൽ ദശപ്രജാപതിയുടെ മാനസപുത്രിയായ ദിതിയുടെയും കശ്യപ മുനിയുടെയും പുത്രരായി ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ പേരുകളിൽ ജയവിജയന്മാർ ജനിച്ചു. മഹാവിഷ്ണു വരാഹാവതാരത്തിൽ ഹിരണ്യാക്ഷനെയും നരസിംഹാവതാരത്തിൽ ഹിരണ്യകശിപുവിനെയും നിഗ്രഹിച്ചു. തുടർന്ന് ത്രേതായുഗത്തിൽ രാവണ, കുംഭകർണാദിമാരായി ജനിച്ച ഇരുവരെയും ശ്രീരാമാവതാരത്തിൽ മഹാവിഷ്ണു നിഗ്രഹിച്ചു. ദ്വാപരയുഗത്തിൽ ശിശുപാലൻ, ദന്തവക്രൻ എന്നീ പേരുകളിൽ ജനിച്ച ജയവിജയന്മാരെ ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീ മഹാവിഷ്ണു വധിക്കുകയുണ്ടായി. ഹിരണ്യവധത്തിനു ശേഷം പ്രഹ്ലാദനെ ദർശിക്കുമ്പോഴുള്ള ആശ്രിത വത്സല ഭാവത്തിലാണത്രേ ദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ ദേവൻ ഇവിടെ രൗദ്രഭാവമില്ലെന്നാണ് വിശ്വാസം. എങ്കിലും ദേവന് അഭിമുഖമായി നാലമ്പലത്തിന് പുറത്ത് അതിവിശാലമായൊരു ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ നാലമ്പലത്തിനുള്ളിൽ നമസ്കാര മണ്ഡപത്തിലെ ദേവന് അഭിമുഖമായി ദേവീ സങ്കല്പവും ഉണ്ട്. 2010 ക്ഷേത്രക്കുളം പുതുക്കിപ്പണിതത്. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചകളിലായി ക്ഷേത്രത്തിൽ നാമജപം നടത്തിവരാറുണ്ട്. ഭഗവതി, അയ്യപ്പൻ, ഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നത്. നാലമ്പലത്തിന് പുറത്ത് പ്രദർശന വഴിയോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി പ്രഭാസത്യക സമേതനായി ശ്രീധർമ്മശാസ്താവ് മനഃശാസ്ത്ര സങ്കല്പത്തിൽ കുടികൊള്ളുന്നു. നാലമ്പലത്തിനുള്ളിൽ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് ശിവപാർവതി പുത്രനായ ശ്രീ വിഘ്നവിനായകൻ ഒക്കത്ത് ഗണപതി സങ്കല്പത്തിലും കുടികൊള്ളുന്നുണ്ട്. നമസ്കാര മണ്ഡപത്തിൽ കുടികൊള്ളുന്ന ദേവിയെ പണ്ട് നമസ്കാര മണ്ഡപത്തിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കുവാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചുവെന്നും, എന്നാൽ പ്രശ്നവിധിയിൽ ദേവിക്ക് എപ്പോഴും ദേവനെ കണ്ടുകൊണ്ടിരിക്കണമെന്നും അതിനാൽ ദേവിക്ക് അവിടെ നിന്ന് മാറുവാൻ താല്പര്യമില്ലെന്നും തെളിഞ്ഞു. അതിനാൽ ക്ഷേത്ര ഭാരവാഹികൾ ആ ശ്രമം ഉപേക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം. നരസിംഹ ജയന്തി, കർക്കിടക മാസാചരണം, മണ്ഡലമാസാചരണം, നവരാത്രി എന്നിവയെല്ലാമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. മെയ് മാസത്തിലായി നടത്തിവരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ഈ ക്ഷേത്രത്തിൽ വിശേഷമാണ്. ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറിയുള്ള ചേറുമലയിലെ മുകളിലായി ഒരു അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായാണ് ചേറുമലയിലെ അയ്യപ്പ ക്ഷേത്രം കരുതി വരുന്നത്. സംക്രമ ദിനങ്ങളിൽ മാത്രമാണ് ചേറുമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിവരാറുള്ളത്. 2021 ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷിവര്യനാൽ പ്രാണപ്രതിഷ്ഠിതമായതാണത്രേ കീഴ്ഞ്ഞാനത്തപ്പന്റെ പ്രതിഷ്ഠ. കാലാന്തരത്തിൽ ക്ഷേത്രം നാശോന്മുഖമാകുകയും തുടർന്ന് ദേശവിശ്വാസികളുടെ ശ്രമഫലമായി ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടുവെന്നുമാണ് വിശ്വാസം. നിരവധി ഭൂസ്വത്തുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു അത്രേ കീഴ്ഞ്ഞാനം നരസിംഹമൂർത്തി ക്ഷേത്രം. പണ്ട് കാലത്ത് ആറാട്ട് മഹോത്സവം, കൃഷ്ണനാട്ടം, എഴുന്നള്ളത്ത് എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് വന്ന ജനകീയ കമ്മിറ്റിയുടെയും മറ്റ് വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങളാൽ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ എത്തപ്പെട്ടുവെന്നുമാണ് വിശ്വാസം. എളപ്പില്ലത്ത് ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരിപ്പാട് അവർകളാണ് ക്ഷേത്രം തന്ത്രി. ഈ ക്ഷേത്രത്തിന്റെ സമീപ ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിലേക്ക് ദേവതാ വരവുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പയ്യോർ മലയുടെ മേലേ ഭാഗം മേഞ്ഞാണ്യമെന്നും കീഴേ ഭാഗം കീഴ്ഞ്ഞാണ്യമെന്നും അറിയപ്പെടുന്നു. പാനകമാണ് കീഴ്ഞ്ഞാനത്തപ്പന്റെ പ്രധാന വഴിപാട്. 2010 ശ്രീകോവിൽ നവീകരണം നടത്തപ്പെട്ടു. 2023 പ്രഭാസത്യക സമേതനായ ശ്രീ അയ്യപ്പസ്വാമിയുടെയും പ്രതിഷ്ഠ നടത്തപ്പെട്ടു. ഹിരണ്യവധത്തിനു ശേഷം പ്രഹ്ലാദനെ ദർശിക്കുമ്പോഴുള്ള ആശ്രിത വത്സല ഭാവമാണത്രേ ദേവന്റേത്. അതിനാൽ ദേവന് രൗദ്രഭാവമില്ലെന്ന് കരുതപ്പെടുന്നു. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ വടകര റൂട്ടിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.